വീട്ടമ്മ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മളോട് ഉണ്ടാക്കുന്നത് ഒരു ബക്കറ്റ് ചിക്കനാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോഴീനെ വാങ്ങി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കത് അല്പം വിനാഗിരിയും ഉപ്പുപൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതാണ്. എന്നാലും നല്ലവണ്ണം ഒന്നും കൂടി ഇതിൻ്റെ രക്തക്കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഉൾഭാഗവും ഉള്ളിലെ ഭാഗങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തതാണ്. വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം വാർന്നു പോകാൻ വെക്കാം. കോഴിയെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. നമുക്കിപ്പോൾ മസാലയ്ക്കായിട്ട് ആദ്യം 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. മല്ലിപ്പൊടി കൂടിയാൽ കരിയാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ. നമുക്കതിൻ്റെ പകുതി മതി. പകുതി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. മസാല നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കോഴിയെ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് കോഴിയെ ഒന്ന് വരയാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം. ഇതുപോലെ ഈ സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം. അല്പം ആഴത്തിൽ വരഞ്ഞിട്ടുണ്ട്. ഈ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ കോഴീനെ നന്നായിട്ട് വരഞ്ഞു വെച്ചു. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതിൻ്റെ അകത്തേക്കും ഈ നമ്മൾ വരഞ്ഞു വെച്ച ഗ്യാപ്പിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കോഴിയിൽ മസാലയൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഇതിൽ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കോഴി അവിടെ ഇരിക്കട്ടെ, ബാക്കി സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്കപ്പോൾ കുറ്റി ഇവിടെ ഉറപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ജാതിയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മരത്തിൻ്റെ കമ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം.
കറുവപ്പട്ടയുടെയോ അല്ലെങ്കിൽ പച്ചമുളയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്നത്തെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ബക്കറ്റാണിത്. ഇത് കടകളിൽ നിന്ന് നമുക്ക് എണ്ണയും വെളിച്ചെണ്ണ കൊണ്ട് പാട്ടകളുണ്ടല്ലോ, ആ പാട്ടയിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കോരുന്ന ബക്കറ്റ് അത് വലിപ്പമുള്ളതുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കുറ്റിയുടെ മുകളിലൂടെ ഒരു ഇല, വാഴയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ വയ്ക്കുമ്പോൾ മണ്ണിലൊന്നും ആവരുതല്ലോ, അപ്പോൾ ഇതേപോലെ ഒരു ഇല വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബക്കറ്റ് വെക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ബക്കറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ബക്കറ്റ് മുഴുവനായിട്ട് തറയിൽ ഇങ്ങനെ മുട്ടിയിരിക്കണം. അപ്പോൾ നിങ്ങൾ കുറ്റി അടിക്കുമ്പോൾ ഇങ്ങനെ ഈ ബക്കറ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം വേണം ഈ കുറ്റി തറയിൽ ഉറപ്പിക്കാനായിട്ട്. ഞാനിവിടെ 2 കഷ്ണം കമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ കാല് ഒന്ന് കെട്ടി കൊടുക്കണം. പിന്നെ ആ ചിക്കൻ ഈ കമ്പിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടണം. അതല്ലെങ്കിൽ അത് ചൂടായി കഴിയുമ്പോൾ ഇത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 മണിക്കൂറിലധികം നേരമായിട്ടുണ്ട് ഇപ്പം ഞാൻ വെച്ചിട്ട്. എത്രയും കൂടുതൽ നേരം ഇരിക്കുന്നോ അത്രയും അതിൽ മസാലയൊക്കെ പിടിച്ച് അതിനുള്ള ടേസ്റ്റും കൂടും. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കാലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് കമ്പി കൊണ്ട് കെട്ടിക്കൊടുക്കാം. നമുക്കിനി ചിക്കൻ്റെ കഴുത്ത് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുക്കാം. കഴുത്ത് നമ്മളിപ്പോൾ ഇവിടേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഭാഗം കൂടി ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബക്കറ്റ് വെച്ച് കൊടുക്കാം. ബക്കറ്റ് വയ്ക്കുമ്പോൾ താഴെ മുട്ടിയിരിക്കണ്ടോന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ തീ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് കൂടി ഉള്ളിലേക്കൊക്കെ തീ പോകും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബക്കറ്റ് ചിക്കൻ കരിഞ്ഞു പോകും. നമ്മൾ തീ കത്തിക്കുന്നതിന് ആദ്യമായിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തെങ്ങിൻ്റെ ഓല ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് തീ നന്നായിട്ട് കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നല്ല ഉണങ്ങിയ ഓലയും വിറകൊക്കെ വെക്കണം. നമുക്ക് ഇനി വിറകും വെച്ച് കൊടുക്കാം. അധികം കട്ടിയില്ലാത്ത പെട്ടെന്ന് കത്തണ വിറകുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ടുള്ള എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്കിനി തീ കൊടുത്താൽ മാത്രം മതി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതൊരു 20 മിനിറ്റാണ് ഇത് വേവാനുള്ള സമയം കണക്കാക്കുന്നത്. ഇനി നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത പേപ്പറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിലേക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇതുപോലെ പേപ്പറിൻ്റെ 4 മൂലയിലും തീ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ തീയൊക്കെ കത്തി തീർന്നിട്ട് കനൽ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ബക്കറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ബക്കറ്റ് ചിക്കൻ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലയുടെയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അതിൽ പിടിച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് എല്ലാവരുടെയും പരാതി ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടായാൽ കരിഞ്ഞു പോകുന്നു എന്നതാണ്. ഇത് ഞാനിവിടെ പറഞ്ഞ ഈ ഒരു പ്രകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റോടു കൂടിയും ഒട്ടും കരിയാതെ നമുക്ക് കിട്ടും. അത് ഞാനിതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് അല്പം ചെറുനാരങ്ങയുടെ നീരിങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ഒരു പീസ് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രുചി അറിയാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.